Hello friends, how are you? I hope all are fine. Today I am going to talk with you a new subject that is maybe unknown to so many people. Can power lines affect a car battery? അതായത് ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും ലോഡുമായി പാലക്കാട് പോലീസ് സബ്സിഡിയറി ക്യാൻറ്റീനിലേക്ക് ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർ രാത്രി വണ്ടി പവർ ലൈനിൻ്റെ താഴത്ത് ഇട്ട് അവർ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ സംഭവം നോക്കിയപ്പോൾ ഇവർ വണ്ടി പവർ ലൈനിന് താഴത്തായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പവർ ലൈനിൽ താഴത്ത് ഇട്ട് വരുന്ന പ്രശ്നം എന്താ പറഞ്ഞാൽ, പവർ ലൈനിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് AC കറണ്ട് മൂലം. അത് ഒന്ന് ഡിപ്പെൻഡ് ചെയ്യണത് പവർ ലൈനിൽ എത്ര കറണ്ട് പോകണോ അതിനനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. പിന്നെ ഈ ഹൈറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാർ ബാറ്ററി ആൻഡ് പവർ ലൈൻ, അതായത് എത്ര ദൂരം ഉണ്ടോ അതിനനുസരിച്ച്. ഇപ്പോൾ ഈ പവർ ലൈൻ ദൂരമൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ ഈ മുകളിൽ പോകുന്ന കറണ്ടും ഈ കാർ ബാറ്ററി തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവ് മൂലം അവരുടെ ബാറ്ററി ഡിസ്ചാർജ് ആയിട്ട്. അതേപോലെ ഈ പവർ ലൈനിൽ എത്ര കറണ്ട് പോകണം, നല്ല വലിയൊരു ഹൈ ടെൻഷൻ കേബിളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ